കഴിഞ്ഞ വീഡിയോയിൽ യംനായ സംസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറേ പോയിന്റ്സ് പറയാൻ വിട്ടതുകൊണ്ടും യംനായ സംസ്കാരത്തിൽ നിന്ന് ആര്യന്മാർ സിന്ധാഷ്ത സംസ്കാരമായിട്ട് മാറുന്നതിനിടയിലുള്ള കോഡുവെയർ സംസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംസ്കാരമായതുകൊണ്ടും ഈ വീഡിയോയിൽ യംനായിൽ നിന്ന് സിന്ധാഷ്ത സംസ്കാരം എങ്ങനെ ഉണ്ടാവുന്നു എന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബാക്ക് അഗെയിൻ ഇൻ മിത്ത് വേഴ്സസ് ഫാക്ട്. സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ് ഇവർ സ്വത്ത് കൈമാറ്റം ചെയ്യുന്ന രീതി. സ്വത്ത് കൈമാറ്റം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യംനായ ജനവിഭാഗങ്ങളെല്ലാവരും നാടോടികളായിട്ടുള്ള ഇടയന്മാരായിരുന്നു. അപ്പോൾ ഇവരുടെ സ്വത്ത് എന്ന് പറയുന്നത് കന്നുകാലികളായിരുന്നു. കുതിര, പശു, കാള അങ്ങനെ തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയായിരുന്നു, പുരുഷാധിപത്യ സമൂഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കാലാന്തരത്തിൽ സ്വത്ത് കൈമാറ്റം ചെയ്തിരുന്നത് മൂത്ത മകന് മാത്രമാണ്. മൂത്ത മകന് മാത്രമേ സ്വത്ത് കൈമാറ്റം ചെയ്തിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും സ്വത്ത് കൈമാറ്റം ചെയ്തിട്ടില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ സ്വത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കന്നുകാലികളും കാര്യങ്ങളൊക്കെ ഡിവൈഡായിട്ട് വിഭജിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരുന്നത്. ഇതേ ഒരു സെയിം സിസ്റ്റം തന്നെ നമുക്ക് ഇന്ന് ഈ കേരളത്തിൽ കാണാൻ പറ്റും. ഇന്നല്ല, ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈ ബ്രാഹ്മണ കുടുംബങ്ങളിൽ, ഈ നമ്പൂതിരി കുടുംബങ്ങളിലൊക്കെ ഇതേ ഒരു സെയിം സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ മൂത്ത മകന് മാത്രം വിവാഹം അനുവദിക്കുക, അവരിലൂടെ മാത്രം വംശപരമ്പര നിലനിർത്തി കൊണ്ടുപോവുക. അങ്ങനെ ഒരു സിസ്റ്റം പണ്ട് കാലത്ത് ഈ ബ്രാഹ്മണ നമ്പൂതിരി ഇല്ലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ സ്വത്ത് വിഭജിച്ച് കഷ്ണങ്ങളായിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു രീതിയാണ്. അതിൻ്റെയൊക്കെ നമ്മൾ ഇന്നീ ചെയ്യുന്നതിൻ്റെ ഈ സോഴ്സൊക്കെ ഇത്തരം റഷ്യ, ഉക്രൈൻ തുടങ്ങിയിട്ടുള്ള പ്രാചീന കാലഘട്ടങ്ങളിൽ നിന്നുള്ളതൊക്കെ വന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംശയം ഉണ്ടാവും. ഈ മൂത്ത മക്കൾ, നമ്പൂതിരി ഇല്ലത്തിലൊക്കെ മൂത്ത മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ മാത്രമേ വംശപരമ്പര ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മക്കൾ എന്ത് ചെയ്യും? അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൻ്റെ പഴയ സദാചാരമൊക്കെ കുത്തിപ്പൊക്കേണ്ടി വരും. ഈ നമ്പൂതിരി ഇല്ലങ്ങളിലൊക്കെ മൂത്ത മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മക്കൾ രണ്ടാമതും മൂന്നാമതും ഒക്കെ വരുന്ന ഇളയ ആൺമക്കൾ എന്ത് ചെയ്യും? അവർ നായർ വീടുകളിൽ നിന്ന് സംബന്ധം ആലോചിക്കും. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു മാരേജ് സിസ്റ്റമാണ്. ഇതിന് വെറുതെ ചടങ്ങുകളോ അങ്ങനെ ഇതൊരു ഫോർമലായിട്ടുള്ളൊരു മാരേജ് ആയിരിക്കില്ല. ഈ ബ്രാഹ്മണ പുരുഷന്മാർ നായർ സ്ത്രീകളുമായിട്ട് സംബന്ധം ചെയ്യുകയും ഇതിൽ നിന്ന് മക്കളുണ്ടാവുകയും അവരുടെ കാര്യങ്ങൾ അതുവരെയുള്ള ഈ ചെലവും വരെ കാര്യങ്ങളൊക്കെ ഈ ബ്രാഹ്മണ പുരുഷന്മാർ ആണ് ചെയ്യുക. എല്ലാ ചെലവുകളും ചെയ്യണത് അവരാ. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഈ ബന്ധം എപ്പോൾ വേണേലും ഒഴിവാക്കാനും ഒക്കെ ഉള്ള അവകാശം ഉണ്ടായിരുന്നു. നായർ സ്ത്രീകൾ ഇതുപോലെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഉയർന്ന പദവി, പിന്നെ അവരുടേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ബ്രാഹ്മണന്മാരുടേതായിട്ടുള്ള കുറേ സ്വത്തുവകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ വെച്ചിട്ടൊക്കെയാണ്. പക്ഷെ കൂടുതൽ നായർ സ്ത്രീകളും ഇതൊരു ചൂഷണത്തിന് ഇരയാവുകയാണ് ചെയ്തത്. അത് വേറെ കഥകൾ. തൽക്കാലം നമുക്ക് യംനായ സംസ്കാരത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ യംനായ സംസ്കാരത്തിൽ ഇതുപോലെ ഈ തോറ്, നമ്മൾ ഈ നോർസ് മിത്തോളജിയിലെ തോറുണ്ടല്ലോ, മാർവൽ യൂണിവേഴ്സിലെ ആ ഒരു തോറും ഈ ഒരു ഇന്ദ്രനും തമ്മിൽ വളരെയധികം സിമിലാരിറ്റി ഉണ്ട്. രണ്ടുപേരും ഇടിമിന്നലിൻ്റെ ദൈവങ്ങളാണ്. അങ്ങനെ ഈ ഒരു കുറേ സംഭവങ്ങളൊക്കെ, അഗ്നി ആരാധന, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഈ നോർസ് മിത്തോളജി, ഗ്രീക്ക് മിത്തോളജി, ഹിന്ദു മിത്തോളജി, ഇതിനൊക്കെ ഒറിജിൻ ഈ ഒരു യംനായ സംസ്കാരമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ പല രാജ്യങ്ങളിലേക്കും ഒക്കെ കുടിയേറി സിയൂസ്, അഗ്നി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ദൈവങ്ങളൊക്കെ ആയിട്ട് പരിണമിച്ചത് ഇവരുടെ ഈ ഒരു സംസ്കാരത്തിൽ നിന്നാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നേ കാണുന്ന ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്, ഇൻഡോ ആര്യൻ ലാംഗ്വേജസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഇവരിൽ നിന്ന് തന്നെയാണ്. ഈ ജർമ്മനി, സ്പാനിഷ്, ഡച്ച്, പോർച്ചുഗീസ്, ഇന്ത്യയിലെ ഹിന്ദി, മറാത്തി തുടങ്ങിയിട്ടുള്ള ഭാഷകളൊക്കെ. ഇതിനെ കൂർഗാൻ ഹൈപ്പോത്തസിസ് എന്നാണ് പറയുക. ഈ കൂർഗാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അടക്കം ചെയ്തിട്ടുള്ള, ഈ ഒരു യംനായ സംസ്കാരത്തിൽ നിന്ന് കോഡഡ് വെയർ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ഡെഡ് ബോഡീസ് എല്ലാം അടക്കം ചെയ്യുകയാണെന്ന് പറഞ്ഞില്ലേ.
അപ്പോൾ ഈ അടക്കം ചെയ്തിട്ട് ഇവരിത് മണ്ണുകൊണ്ട് വലിയൊരു കൂന പോലെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഈ കൂന പോലെ ഉണ്ടാക്കിയിടുമ്പോൾ പക്ഷേ ഇവർ യംനായ സംസ്കാരത്തിൽ ഒരു ആദ്യം ചെയ്തിരുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് അല്ലെങ്കിൽ 2, 3 കൂടുതൽ ഡെഡ് ബോഡീസ് ഒരുമിച്ചിട്ടാണ് ഇവർ അടക്കം ചെയ്തിരുന്നത്. പിന്നെ അതിനിങ്ങനെ ഒരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവർ എങ്ങനെ വേണേലും അടക്കം ചെയ്യും. പക്ഷേ ഇത് മാറ്റിയിട്ട് ഒരു കുറച്ചും കൂടി ഒരു സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് ഓരോരുത്തർക്കും പ്രത്യേക കുഴിമാടങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത് ഈ ഒരു കോഡഡ് വെയർ സംസ്കാരത്തിലാണ്. ഈ ഒരു കോഡഡ് വെയർ സംസ്കാരം എന്ന് പറയുന്നത് ഒരു BC 2900 അല്ലെങ്കിൽ 2300 വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംസ്കാരമാണ്. ഈ ഒരു കോഡഡ് വെയർ സംസ്കാരത്തിൽ ഈ ഒരു ഡെഡ് ബോഡി ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് ബോഡി അടക്കം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു അടക്കം ചെയ്യുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക രീതികളിലായിട്ടാണ് ഇവരെ അടക്കം ചെയ്യേണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് വലതുവശം താഴെയാക്കിയിട്ടാണ് ഇവർ അടക്കം ചെയ്തിരുന്നത്. വലതുവശം താഴെയാക്കിയിട്ട് തല തെക്കോട്ടാക്കിയിട്ടാണ് ഇവരിങ്ങനെ കിടത്തുക. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരു സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന രീതിയിലാണ് ഇവർ അടക്കം ചെയ്യുക. പുരുഷന്മാരുടെ ബോഡിയുടെ അടുത്ത് ഇവരൊരു കോടാലി, ആയുധങ്ങൾ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വെച്ചിരുന്നു. ഇവരൊരു പാട്രിയാർക്കൽ സൊസൈറ്റി ആണല്ലോ. ഇങ്ങനെ ഈ കോടാലികളൊക്കെ ശരീരത്തിൻ്റെ അടുത്ത് വെക്കണോണ്ട് തന്നെ ഇവരെ ബാറ്റിൽ ആക്സ് കൾച്ചർ എന്നും പറയും. ഈ ഒരു കോടാലി വിശ്വാസം, ഈ ഒരു സംസ്കാരത്തിൽ നിന്നാണ് തോറിന്, ഈ നോർസ് മിത്തോളജിയിൽ തോറിന് കോടാലി എന്നുള്ളൊരു ആയുധം ഒക്കെ വരുന്നത്. അത് തോറിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഒരു ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയോൾനി എന്ന് പറഞ്ഞിട്ടുള്ള ചുറ്റികയാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റി വാറിൽ, മാർവൽ സിനിമകൾ കാണുന്നവർക്കറിയാം, ഇൻഫിനിറ്റി വാറിൽ സ്റ്റോം ബ്രേക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു കോടാലിയാണ് തോറിന് ആയുധമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒക്കെ സോഴ്സ്, ഇതിനൊക്കെ ഉണ്ടാവാൻ കാരണം ഇത്തരം കുറേ സമ്പ്രദായങ്ങളായിരുന്നു. ഇത് പുരുഷന്മാരുടെ ശവശരീരം അടക്കുന്ന രീതി. ഇനി സ്ത്രീകളുടെ ശവശരീരം അടക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരുടെ വലതുവശം കിടത്തി തെക്കോട്ടായിട്ടാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഇടതുവശം കിടത്തി വടക്ക് വശത്തേക്കായിട്ടാണ് ഇവർ കിടത്തുക. പിന്നെ സ്ത്രീകളുടെ ശവശരീരത്തിൻ്റെ അടുത്ത് ധാരാളം ആഭരണങ്ങൾ, പാത്രങ്ങൾ ഒക്കെ ഇവർ വെക്കുമായിരുന്നു. അപ്പോൾ ഇതൊരു പാട്രിയാർക്കൽ സൊസൈറ്റി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുരുഷന്മാർക്ക് യുദ്ധങ്ങളും ആയുധങ്ങളും ഒക്കെ ആവുമ്പോൾ സ്ത്രീകൾക്ക് പാത്രങ്ങളും ധാരാളം ആഭരണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പാത്രങ്ങളുടെ കാര്യം പറയാം. ഈ കോഡഡ് വെയർ കൾച്ചർ എന്ന് പറയുന്നത് എങ്ങനെ പേര് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു മൺപാത്രങ്ങളൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങണതിന് മുമ്പ് ഈ കയറുകൾ കൊണ്ടൊക്കെ ചുറ്റിയിട്ട് ഒരു പ്രത്യേകതരം ഡിസൈനുകൾ ഇവരുണ്ടാക്കുക. അങ്ങനെ ഈ ഒരു കൾച്ചറിന് വന്നിട്ടുള്ള പേരാണ് കോഡഡ് വെയർ കൾച്ചർ എന്ന് പറയുന്നത്. ഈ കോഡഡ് വെയർ കൾച്ചർ എന്ന് പറയുന്നത് യൂറോപ്പിൽ വളരെ പ്രബലമായിട്ടുള്ള ഉണ്ടായിരുന്ന ഒരു കൾച്ചറായിരുന്നു. അത് മാത്രമല്ല, ഈ യംനായ കൾച്ചറുടെ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഉണ്ടല്ലോ, ഇന്ന് ഈ കാണുന്ന ഈ ലാംഗ്വേജുകളുടെ ഒക്കെ ഒരു ഏൻഷ്യൻ ഫോം. അപ്പോൾ ആ ഒരു ലാംഗ്വേജിനും കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുന്നത്, ഒരു ക്ലിയർ ഫോം വരുന്നത് ഈ ഒരു കോഡഡ് വെയർ കൾച്ചറിൽ വരുമ്പോഴാണ്. ഈ ഒരു കോഡഡ് വെയർ കൾച്ചർ നമ്മൾ യംനായിൽ നിന്ന് കുറേ ഉണ്ടായി എന്ന് പറഞ്ഞില്ല, കുറേ മൃതശരീരങ്ങൾ ഒരുമിച്ചിട്ട് അടക്കം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർ സെപ്പറേറ്റ് അടക്കം ചെയ്യണതുകൊണ്ട് സിംഗിൾ ഗ്രേവ് കൾച്ചർ എന്നും ഈ ഒരു കോഡഡ് വെയർ കൾച്ചറിനെ നമ്മൾ വിളിക്കുന്നതാണ്. ഈ ഒരു കോഡഡ് വെയർ കൾച്ചർ എങ്ങനെ ഉണ്ടായി? കോഡഡ് വെയർ കൾച്ചർ ഉണ്ടാവണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വെസ്റ്റേൺ സ്റ്റെപ്പി ഹെർഡേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗവും നിയോലിത്തിക് ഫാർമേഴ്സ്, ഏർലി നിയോലിത്തിക് ഫാർമേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടിയിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. സ്റ്റെപ്പി ഹെർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെസ്റ്റേൺ സ്റ്റെപ്പി ഹെർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇടയന്മാരായിട്ടുള്ള ജനവിഭാഗങ്ങളാണ്, നാടോടികളായിട്ടുള്ള ഇടയന്മാർ. സ്റ്റെപ്പി പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ പരന്നിട്ടുള്ള പുൽത്തകിടികളുള്ള പ്രദേശങ്ങളാണ്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനവിഭാഗങ്ങളും അതുപോലെ പണ്ട് കാലത്തെ ഫാർമേഴ്സും കൂടിയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കൾച്ചറാണ് ഇത്. അപ്പോൾ പറയും യംനായിൽ നിന്നലെ കോഡഡ് വെയർ കൾച്ചർ ഉണ്ടായതെന്ന്. അങ്ങനെ ഒരു സംശയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ ഒരു ആർക്കിയോജെനറ്റിക്സ് എന്ന് പറയുന്നൊരു കാര്യം.
കാരണം നമ്മൾ ഈ ഒരു യമുനായ ജനവിഭാഗങ്ങളിൽ തന്നെ കുറച്ചൊരു വിഭാഗം കിഴക്കോട്ട് കിഴക്കല്ല പടിഞ്ഞാറോട്ട് പോവുകയും അവിടെ മറ്റൊരു കൾച്ചർ ഉണ്ടാവുകയും കോഡഡ് വെയർ കൾച്ചർ ഉണ്ടാവുകയും അങ്ങനെ ഈ ഒരു 2 കൾച്ചറും കൂടി മിക്സായിട്ട് ഇതിൽ നിന്ന് മറ്റു ഭാഗങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് മിക്സായിട്ടാണ് പിന്നീടുള്ള കൾച്ചർ ഉണ്ടാവുകയും അങ്ങനെയൊക്കെയാണ് ഈ ഒരു ആർക്കിയോജെനറ്റിക്സ് കിടക്കുന്നത്. ചില സമയങ്ങളിൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ പക്ഷേ ഈ ഒരു കോഡഡ് വെയർ കൾച്ചറിൻ്റെ DNA-യുടെ 75% യമുനായ ജനവിഭാഗങ്ങളുടെ DNA ആണുള്ളത്. അവരിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, പക്ഷേ ഡയറക്റ്റ് വന്നിട്ടുള്ളവരല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരിൽ നിന്ന് കുറച്ച് ഭാഗം പടിഞ്ഞാറോട്ട് പോവുകയും പടിഞ്ഞാറോട്ട് പോയിട്ട് അവിടെ മറ്റൊരു കൾച്ചർ ഉണ്ടാക്കുകയും ആ ഒരു കൾച്ചറിൽ നിന്ന് പിന്നെ മറ്റു നിയോലിത്തിക് ഫാർമേഴ്സും ഒക്കെ കൂടിയിട്ട് ഉണ്ടായിട്ടാണ് ഇങ്ങനൊരു കൾച്ചർ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൽ 75% യമുനായ ജനവിഭാഗങ്ങളുടെ ജീനുകളും ബാക്കി 25% നിയോലിത്തിക് ഫാർമേഴ്സും മറ്റ് ജനവിഭാഗങ്ങളുടെ DNA-കളാണ് പരിധിയിലുണ്ടായിരുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, കാരണം നമ്മൾ ഈ ഹിന്ദു, ശിവൻ, വിഷ്ണു തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ അമ്പലവും തൊഴലൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഈ റഷ്യയിലേക്കും യുക്രൈനിലേക്കൊക്കെ പോകുന്നതെന്ന് ചോദിക്കും. പ്രാചീന വൈദിക ദൈവങ്ങളുടെയൊക്കെ സോഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ആർക്കിയോജെനറ്റിക്സ് ഒക്കെ പറയേണ്ടി വരും. കാരണം എല്ലാത്തിനും ഒരു സോഴ്സ് ഉണ്ടല്ലോ, ഒരു കോസ് ഉണ്ടായിരിക്കും, ഒരു റീസൺ എല്ലാത്തിനും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു റീസണും അതിൻ്റെ ഒറിജിനും എല്ലാം അതിൻ്റെ ഒരു അടിവേരിൽ നിന്ന് റിസർച്ച് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഒരു സീസൺ 2 ഒക്കെ ആവും ഈ ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറി ഇന്ത്യത്തെ ഇൻഡസ് വാലി സിവിലൈസേഷനും മറ്റ് കൾച്ചറൊക്കെ ആയിട്ട് മാറിയിട്ട് പറഞ്ഞിട്ട് വരുമ്പോൾ. പിന്നെ ഇനി ഇത്രയാണ് പ്രധാനപ്പെട്ടുള്ള കോഡഡ് വെയർ സംസ്കാരം എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ആര്യന്മാരുടെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള സിന്ധാഷ്ത സംസ്കാരത്തിലേക്ക് ഇവരെ എങ്ങനെ വരുന്നു എന്ന് പറയാം. സിന്ധാഷ്ത സംസ്കാരം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറയുന്നതോട് കൂടിയിട്ട് വീഡിയോ നിർത്തുന്നതായിരിക്കും. സിന്ധാഷ്ത സംസ്കാരത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിലാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ യമുനായ ജനവിഭാഗങ്ങളിലെ കുറച്ച് വിഭാഗം കിഴക്കോട്ട് പോയി. യമുനായ വിഭാഗത്തിൻ്റെ അല്ല, കോഡഡ് വെയർ കൾച്ചറിൻ്റെ കുറച്ച് വിഭാഗം കിഴക്ക് ഭാഗത്തേക്ക് പോയി. ഇവർ പോൾത്താവക്ക കൾച്ചർ ഉണ്ടാക്കി. പോൾത്താവക്ക കൾച്ചർ എന്ന് പറയുന്നത് ഒരു വോൾഗ, ഡോൺ, സ്റ്റെപ്പി പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു കൾച്ചറായിരുന്നത്. ഈ ഒരു കൾച്ചർ എന്ന് പറയുന്നത് സിന്ധാഷ്ത ഒരു BC 2100 1800 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കൾച്ചറാണ്. ഇവരൊരു ബ്രോൺസ് ഏജ് കൾച്ചറാണ്. മറ്റേ വെങ്കലങ്ങൾ കൊണ്ട് ധാരാളം കലാവസ്തുക്കളും കലാരൂപങ്ങളും ഇവർ ഭയങ്കര ഇൻ്റലിജൻസ് ആയിരുന്നു ഈ ബ്രോൺസ് കൾച്ചറിലൊക്കെ. അതുകൊണ്ട് പലതും ഉണ്ടാക്കാനും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനും എല്ലാത്തിനും ഭയങ്കര ടാലൻ്റ് ഉള്ളവരായിരുന്നു. അതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു കൾച്ചറായിരുന്നു ഈ ഒരു പോൾത്താവക്ക കൾച്ചർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ റഷ്യ, ഉക്രൈൻ, ഈ ബ്ലാക്ക് സീ, കാസ്പിയൻ സീ ഇതിൻ്റെയൊക്കെ ഇടയിൽ വരുന്ന ഒരു കൾച്ചറാണ് കേട്ടോ. യൂറോപ്പ്, ഈസ്റ്റേൺ യൂറോപ്പ്, വെസ്റ്റേൺ യൂറോപ്പ് ഇതൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് ഇറാനിലേക്ക്, ഇന്ത്യയിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും. അങ്ങനെ ഈ ഒരു പോൾത്താവക്ക കൾച്ചറും അബാഷേവോ കൾച്ചറും എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കൾച്ചറുണ്ട്. അബാഷേവോ കൾച്ചർ എന്ന് പറയുന്നത് ഈ യമുനായക്കാരുടെ ഡയറക്റ്റ് പിന്മുറക്കാരാണ്, നേരിട്ടിട്ടുള്ള പിന്മുറക്കാരാണ്. ഈ അബാഷേവോ കൾച്ചർ എന്ന് പറയുന്നത് BC ഒരു 2500 1900 വർഷത്തിലൊക്കെ ഉണ്ടായിരുന്നിരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഈ അബാഷേവോ കൾച്ചർ എന്ന് പറയുന്നത്. ഇതൊരു ഇതേ ഒരു ഏരിയയിൽ തന്നെ, വോൾഗ ഏരിയയിൽ തന്നെയാണ് ഉണ്ടായിരുന്ന ഒരു കൾച്ചറാണ്. ഇവരൊരു മറ്റൊരു വെങ്കലത്തിലാണ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പോൾത്താവക്ക വെങ്കലത്തിലാണ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അബാഷേവോ ചെമ്പിലാണ് എക്സ്പോർട്ട്. ചെമ്പുകൾ കൊണ്ടൊക്കെ ധാരാളം കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കൾച്ചറായിരുന്നു. ഇവർ ഈ ഫാർമിങ്, അതുപോലെ കന്നുകാലി വളർത്തൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൾച്ചറിൽ നിന്നൊക്കെ അതായിരുന്നു അവരുടെ തൊഴിൽ. അത് ചെമ്പിൽ നിന്ന് വളരെ കരകൗശല വസ്തുക്കളും ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കൾച്ചറായിരുന്നു. ഫാർമിങ്, മൃഗപരിപാലനം ഇതൊക്കെ അങ്ങനെ നിന്നിട്ടുള്ള ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഈ അബാഷേവോ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യമുനായുടെ ഡയറക്റ്റ് പിന്മുറക്കാരായിട്ടുള്ള അബാഷേവോ കൾച്ചറും കോഡഡ് വെയറിൽ നിന്നുള്ള പോൾത്താവക്ക കൾച്ചറും ഇത് രണ്ടും കൂടിയിട്ടാണ് ഇന്ന് പറയുന്ന ഈ സിന്ധാഷ്ത സംസ്കാരം ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആര്യന്മാരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിന്ധാഷ്ത സംസ്കാരം ഉണ്ടാവുന്നത്. ഈ സിന്ധാഷ്ത സംസ്കാരത്തെ കുറിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത സിദ്ധാർത്ഥ സംസ്കാരമായിട്ട് പിന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.